എനിക്ക് വേണ്ടി നമ്മുടെ മാമൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് ചക്ക കൊടുത്തു പോയിട്ടാണ് കേട്ടോ. അപ്പോൾ ആ ചക്ക ഇന്ന് മുറിക്കാൻ പോവാണ് പഴുത്തോണ്ട്. ചക്ക എനിക്ക് പണ്ടും ഇപ്പോഴും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ചക്ക മുറിക്കാൻ പോവാണ്. നല്ല വലിയ ചക്കയുണ്ട്, അതിൻ്റേതായ ഒരു ബുദ്ധിമുട്ടുകളുണ്ട് കേട്ടോ. വെട്ടുകത്തി കൊണ്ട് ആഞ്ഞ് വെട്ടി ഞാൻ, എന്നിട്ട് 2 കഷ്ണമാക്കി. ഓൾറെഡി അതിൽ കുറച്ച് വിള്ളലുകളും കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. ആ ചക്ക പൊട്ടിച്ചിടുമ്പോൾ തന്നെ ചവിരിനാരുകൊണ്ട് അപ്പം തന്നെ ഞാൻ ഈ ചക്കയുടെ പച്ചകളൊക്കെ മാറ്റിയാണ് കേട്ടോ. ഉണ്ണിക്കുട്ടന് വേഗം തന്നെ അവൻ ഓരോ പീസും എടുത്ത് മെല്ലെ മെല്ലെ കഴിച്ചു തുടങ്ങിയിട്ടോ ചക്ക. എന്നെ പോലെ തന്നെ ഉണ്ണിക്കുട്ടനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചക്ക. ഈ ചക്ക മുറിക്കുമ്പോൾ എനിക്ക് ഓർമ്മ വരെ എന്നമ്മയും അമ്മയൊക്കെ ഞങ്ങളുടെ ചെറുപ്പത്തിൽ ചക്ക മുറിക്കുമ്പോൾ ഇങ്ങനെ ചക്ക മുറിച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ആ ചക്കയുടെ ഒരു മോന ഉണ്ടല്ലോ അതിങ്ങനെ മാറ്റി തരികയേ ചെയ്യുള്ളൂ. പിന്നെ നമ്മൾ ഒറ്റയ്ക്ക് കഴിച്ചോളണം കേട്ടോ. അത് ചെറിയ കുട്ടി മുതൽ അങ്ങനെ തന്നെയാണ് തന്നിരുന്നത്. അപ്പോൾ ഞാൻ പറയുമായിരുന്നു ഉണ്ണിക്കുട്ടൻ്റെ അടുത്ത് ഞങ്ങളൊക്കെ അങ്ങനെയാണ് കഴിച്ചിരുന്നത്. ഇപ്പോൾ ഇവർക്ക് പറഞ്ഞാൽ നമ്മളിങ്ങനെ പറിച്ചു കൊടുക്കുമല്ലോ. അപ്പോൾ ആ ഒരു പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നിട്ടോ. കാരണം ചക്ക മുറിക്കുമ്പോൾ ഇന്നമ്മയും അമ്മയും ഞാനും അഞ്ചും കണ്ണനൊക്കെ ഇങ്ങനെ വട്ടനെ ഇരുന്നിട്ടാണ് ചക്ക കഴിക്കലും മുറിക്കലൊക്കെ. അതൊക്കെ ഒരു കാലം. ചക്ക മുറിച്ച് 2 പാത്രം നിറയെ ചക്ക കിട്ടി. പിന്നെ കുറച്ച് ചക്കക്കുരു കിട്ടിയിട്ട് ചക്കക്കുരു വറക്കും ചെയ്യാം, നമുക്ക് പുഴുങ്ങിയും കഴിക്കും, ഉപ്പേരിയും കഴിക്കും ചെയ്യാം കേട്ടോ. പിന്നെ ചക്ക മുറിച്ച ആ ഒരു ഭാഗങ്ങളൊക്കെ വൃത്തിയാക്കിയതിന് ശേഷം പിന്നെ നമുക്ക് ഇനി വെട്ടുകത്തിയും കത്തിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ കേട്ടോ. അത് ഞാൻ എണ്ണ പരട്ടിയിട്ട് അത് തീയിൽ കാണിച്ച് അതും ക്ലീൻ ആകും. അപ്പോൾ എല്ലാവർക്കും ബൈ.